ഗുഡ് ഈവനിങ്. എൻ്റെ കുഞ്ഞു സ്വർഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇത് കണ്ടോ, എൻ്റെ നിക്കോഡിയ പ്ലാന്റ്സിൽ ഒരു പൂവ് മാത്രം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലേ ആയിട്ടുള്ളൂ. റിപ്പോർട്ടൊക്കെ ചെയ്ത് ആളെ ഇപ്പോഴാണ് ഞാൻ വെയിലത്തോട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പം അതിനകത്ത് ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നു. കാരണം നമ്മൾ വാങ്ങിച്ച് വെച്ച പ്ലാന്റിൽ പെട്ടെന്നൊരു ദിവസം ഒരു പൂവ് ഉണ്ടായി കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ ഒരു പ്ലാന്റ്സും അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. ഇതിലും ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ ഗാർഡനിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇയാളാണ്, എൻ്റെ അഡീനിയ റെഡ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. കാരണം ആര് വന്നാലും പെട്ടെന്ന് കണ്ണ് പോകുന്നത് ഈ ഒരു പൂവിലേക്കാണ്. നിറയെ മുട്ടുകളും ഉണ്ട്. ഇതാണ് അഡീനിയ പ്ലാന്റ്സിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. ഇയാളെ നമ്മൾ സൂക്ഷിച്ച് തന്നെ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂത്ത് ഏകദേശം ഒരു ഉണങ്ങുന്ന പരുവായി കഴിഞ്ഞാൽ ഇത് പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. നമ്മുടെ അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകും. പിന്നെ നമുക്കത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണി എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു മൂത്ത് നമ്മൾ ഉണങ്ങുന്ന ഒരു പരിവാകുമ്പോഴത്തേക്കും ഞാൻ ഇതിന് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കും. അപ്പോൾ ആൾ പൊട്ടാതെ അവിടെ നിന്നോളും. അപ്പോൾ പിന്നെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഉണക്കിയെടുത്തിട്ട് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ എങ്ങനെ വെച്ചാലും ഞാൻ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. ആരെങ്കിലും ചോദിച്ചാൽ അത് എടുത്തു കൊടുക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എൻ്റെ ലിപ്സ്റ്റിക് പ്ലാന്റിലും അത്യാവശ്യത്തിന് മുട്ടുകളും പൂവുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നോക്കിയേ, ഇത് ഞാൻ ഡെയിലി കാണിച്ചില്ല എങ്കിൽ എനിക്കൊരു സമാധാനമില്ല. കാരണം ഓരോ ദിവസവും ഇതിന് വരുന്ന ഗ്രോത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ.